ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു പാൽ പൊറോട്ട ഉണ്ടാക്കാം. പാൽ പൊറോട്ട എന്ന് പറയുന്നില്ല, പാൽ റൊട്ടി. പൊറോട്ടയ്ക്ക് നമ്മൾ ഒത്തിരി നേരം അടിക്കുകയൊക്കെ വേണ്ടേ. അതിന് ഒരു ഗ്ലാസ് മൈദ ഇട്ടു. 1.5 ഗ്ലാസ് മൈദ ഇടുന്നുണ്ട്. 1.5 ഗ്ലാസ് മൈദ. അതിൽ 1 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര. പിന്നെ ഉപ്പ് ചേർക്കട്ടെ. ഉപ്പ്. പിന്നെ പാലാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു മുട്ട. പാലൊഴിച്ചാണ് കുഴയ്ക്കുന്നത്. ഇതൊന്ന് കുഴയ്ക്കാം. ഇത് നമ്മൾക്ക് പാലൂടെ ഇനി ഒഴിക്കാം. കാച്ചിയ പാലാണ് ഇത്. ചെറു ചൂട് പാലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെറു ചൂട് പാല് വേണം. ഒരുപാട് വെള്ളമാകരുത്. അങ്ങ് ഒരുപാട് വെള്ളമായാലും മൈദയല്ലയോ. പാലിനകത്തത് അതിനനുസരിച്ച് പാലൊഴിച്ചാൽ മതി. നമുക്കിത് പരത്തേണ്ടതല്ലയോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണം. ഇത് മുട്ടയൊക്കെ ഇടുന്നതല്ലയോ. ഞാൻ ഒരു മുട്ടയാണ് കണ്ടല്ലോ. 1 മുട്ടയാണ് ഇട്ടത്, പൊട്ടിച്ചൊഴിച്ചത്. പിന്നെ 1 സ്പൂണ് പഞ്ചസാര. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കാം. ഓയിൽ ഇഷ്ടമുള്ള അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ഒഴിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തുള്ളൂ. മറ്റുള്ള ഓയിലൊക്കെ അതെന്തുവാ ഓരോന്ന് സൺഫ്ലവർ എന്നൊക്കെ പറയാം. എന്തിൻ്റെയാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. ഈ പരുവാകണേ. നല്ലതായിട്ട് ഇതുപോലെ കുഴയ്ക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഈ പരുവാണ്. അതണ്ട. ഇതെന്നിട്ടൊരു അരമണിക്കൂറോളം നമുക്കൊന്ന് അടച്ച് വെക്കാം. മൂടി വെക്കാമേ. കണ്ടോ, നല്ല ഇതായി. മാവ് നല്ല സോഫ്റ്റായി. കണ്ടോ, ഈ ഒരു പരുവം വേണം. ഇതൊന്ന് അടച്ച് വെക്കാമേ. ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് പരത്താം. ഇത് നമുക്ക് ബോൾ പോലാക്കി വെക്കാമേ.
അതെല്ലാം ബോൾ പോലാക്കിയേ. നമുക്കിനി ഇതൊന്ന് പരത്താമേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പരത്താൻ പോവണേ. ഇത് മൈദയല്ലയോ, എന്തായാലും ചെറുതായിട്ട് അത് നല്ല ഇതായിട്ട് ഇച്ചിരി ഒട്ടിപ്പിടിക്കും. അത് ഈ തടി അത്ര ശരിയല്ല. ഇവിടെ ചപ്പാത്തിക്കോ ആർക്കും അത്ര താല്പര്യമുള്ളവരല്ല. നമുക്കിതിന് ഇങ്ങനൊരു മടക്ക് മടക്കാമേ. ഇങ്ങനെ ഒന്ന് മടക്കാം. പിന്നെ ഒന്നുകൂടെ പരത്തുന്നുണ്ട്. ഇവിടെ പരത്തുവാണേ. ഇവിടെ കാക്കയും കുയിലും ഒക്കെ അങ്ങ് കൂവുന്നു. എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും ഒരു കാക്ക വന്നിരുന്ന കാര്യം. പരത്തിയേ. ഇത് ഇനി തിരിച്ച് ഒന്നുകൂടെ നമുക്ക് പരത്തണം. ഇങ്ങനെ ഒന്ന് മടക്കാം. ഇങ്ങനെ ഒന്നുകൂടെ മടക്കാം. ഇച്ചിരി പൊടിയൂടെ ഇടാം. ഇനി ഒന്ന് പരത്താമേ വീണ്ടും. ഇത് പരത്തി കഴിഞ്ഞ് ഇനി നമുക്ക് ചുട്ട് കാണിക്കാം. കല്ല് ചൂടായ ഇതിടുവാണേ. ഇത് പൊങ്ങി വരുന്നുണ്ടേ. ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല ഇതാണ്. അത് നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ലതായിട്ട് പൊങ്ങി വരുന്നതാണ്. ഇളം ചൂടുപാലാണ് ഒഴിച്ചത്. ഒരുപാട് തിളയ്ക്കണ്ട, ചെറിയ ചൂടില്ല ഒഴിച്ചത്. കണ്ടോ, ഇത് പൊങ്ങിയതുണ്ട്. ഒരെണ്ണം കൂടെ ചുട്ടെടുക്കാമേ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. മുട്ടയും ഒക്കെ ചേർത്തതല്ലയോ. ഒരുപാട് എണ്ണ എന്ത് കിട്ടുന്നില്ല. കാര്യമുണ്ട്, എണ്ണ ഒഴിച്ച് കുഴപ്പമില്ല നമ്മൾ. പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടത് പൊങ്ങിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ അടിപൊളിയാണ്, സോഫ്റ്റാണ്. ഇതുണ്ടോ പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്, ഏതുള്ള പോലെ വരുന്നത് കണ്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. നന്ദി, നമസ്കാരം. താങ്ക് യു.